നമസ്കാരം. ഞാൻ പിന്നെ പുറത്തേക്ക് പോകാൻ നോക്കുന്ന അപ്പോൾ ഒരു വീഡിയോ വരാമെന്നൊന്ന് വിചാരിച്ചു. വിഷയം ജസ്ന സലീം തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഉള്ള വിഷയം അസൂയോ അല്ലെങ്കിൽ കുശുമ്പോ അല്ല അവരോട് കാണിക്കുന്ന അവർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്നത് അത് നിർത്തുക എന്നുള്ള ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഹിന്ദുക്കളെ വെച്ചിട്ട് ഇവൾ കുറേ മുതലെടുത്തു, അതുപോലെ തന്നെ ഇപ്പം കുറച്ച് മുസ്ലിങ്ങളെ വെച്ച് മുതലെടുത്തു. അപ്പോൾ അവരൊക്കെ നമ്മളെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻറ്റും കുറേ ഡീറ്റെയിലും ഒക്കെ തന്നു. അവരോടെല്ലാം ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിനെ മറന്നിട്ട് കളിക്കാൻ പാടില്ല എന്നാണ് എനിക്കൊരു ആദ്യം തന്നെ പറയാനുള്ളത്. ഇപ്പം ഈ പറയുന്ന കുറേ എണ്ണം ഇവളെ വാലും തൂങ്ങി നടക്കുന്ന കുറേ എണ്ണം ഹണി ട്രാപ്പ് കുടുങ്ങിയ ആൾക്കാർ തന്നെയായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. കാരണം ഈ മറ്റേ നമ്മളെ ഗോകാലേട്ടനല്ലോ, ഗോകാലേട്ടൻ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ കുളിസീൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതെവിടം വരെ പോയി എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ അച്ഛൻ്റെ പ്രായമാണ് അദ്ദേഹം ഇങ്ങനെ നമ്മളോടൊക്കെ അച്ഛൻ ചോദിക്കുക, നിൻ്റെ ഒന്ന് കുളിസീന് കാണണം എന്നുള്ളത് നമ്മളോട് അച്ഛൻ ചോദിക്കുമോ? അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊക്കെ മറുപടി എന്തായിരിക്കും? അത് നിങ്ങൾ പറ. നല്ല 4 വർത്താനം പറയൂലേ? ഞാനാണെങ്കിൽ പറയും, അടിപൊളിയായിട്ട് പറയും, പറഞ്ഞിരിക്കും. അതാണ് എൻ്റെ സ്വഭാവം. പിന്നെ ഇമാതിരി വാണങ്ങളെ തലയിൽ കയറ്റി വെക്കുന്ന കുറേ എണ്ണമുണ്ട്. ആ വാണങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ വെറും വാക്ക് പറയുന്നില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ അവിടുന്ന് ഇവിടം വരെ എടുത്തു നോക്കിയാൽ എൻ്റെ സംസ്കാരത്തോടു കൂടി സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കേൾക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കാതിരിക്കുക. കാരണം ഇനി ഒരാളും കുടുങ്ങാതിരിക്കട്ടെ എന്നുള്ള ഒരിതിൽ മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് വീഡിയോ. ഒരുപാട് ആൾക്കാരെ കണ്ണുനീര്, ഒരുപാടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൊയിലാണ്ടി തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നിങ്ങൾ പറയുന്നതിൽ കുറേ കൂടുതൽ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പിന്നെ ഇവിടെ എടുക്കുന്ന കൃഷ്ണൻ്റെ ഇത് വാങ്ങേണ്ടിയിട്ട് നിന്നതായിരുന്നു, പക്ഷേ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുകയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ്, ഇനി വാങ്ങാതിരിക്കുക. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പം ഗ്രീഷ്മേനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് നല്ല ഒറിജിനലോട് കൂടിയിട്ട് ചിത്രം വരക്കുന്നുണ്ട്. ഇത് വെറും കോപ്പി പേസ്റ്റോട് കൂടിയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ചിത്രങ്ങൾ ആർക്ക് വേണ്ടിക്ക്, ഇപ്പോൾ എനിക്ക് വേണ്ടിക്കൽ വരക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിക്ക്. ഇപ്പം ഞാനൊരു ചിത്രകാരൻ്റെയോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഈ സംഭവം അതിൻ്റെ റേറ്റ് അടക്കം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വലിയൊരു ചിത്രകാരനിൽ ഒരാളാണ് അയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസാണ് ഇടുക. അവർക്ക് 2 ദിവസം വേണം, കാരണം കുറേ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവരെ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വെറും കോപ്പി പേസ്റ്റാണ്. കാരണം നിങ്ങളിങ്ങനെ ആക്ഷേപിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചലഞ്ച് ഏറ്റെടുത്തത്. ആ ചലഞ്ച് നിങ്ങളെ മുന്നിൽ ഞാൻ കാണിച്ചു തരും. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞു ഇവൾ പക്ക ഉഡായിപ്പ് ചിത്രകാരിയാണ്. കാരണം ഒരു കൃഷ്ണചിത്രം വരക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ ചിത്രങ്ങളും വരക്കാനുള്ളൊരു കഴിവ് ചിത്രകാരിക്ക് ഉണ്ടാവണം. പക്ഷേ അതൊന്നുമില്ല, ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു സംഭവമാണ്. അപ്പോൾ ആരോ ഒരു കോപ്പി കൊടുത്തു, ആ കോപ്പി വെച്ച് ട്രേസ് ചെയ്ത് വരക്കുന്നതാണ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ, അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കും കൂടി കണക്കിലെടുത്ത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളത് കാണണം. കാരണം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. അതാണ് ഇവൾക്കുള്ള ഏറ്റവും വലിയൊരു മരുന്ന്. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് ഇനി അടുത്ത ആത്മഹത്യക്കൊന്നും ശ്രമിച്ചേക്കരുത് കേട്ടാടെ കുട്ടിയെ. കാരണം കുട്ടിയെ ഇനി ശ്രമിച്ചു കഴിഞ്ഞാലും ആരും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല കുട്ടിയെ. ഇനി കൊയിലാണ്ടി സ്റ്റേഷനിൽ ബിജു സാർ എന്നെ വിളിച്ചു, മറ്റേന്ന് വിളിച്ചു, പാവ അയാളെയാണ് ഈ ട്രാപ്പിൽ പെടുത്താതിരിക്കുക. ബൈ ബൈ.